നമ്മൾ ഈ കുരുമുളകൊക്കെ മോഷ്ടിക്കുക, അടയ്ക്കയൊക്കെ മോഷ്ടിക്കുന്ന കള്ളന്മാരെ നമ്മുടെ നാട്ടിലെ ആയാലും പുറത്തൊക്കെ ആയാലും ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 16 കോടിയുടെ കുരുമുളകും അടയ്ക്കയും മോഷ്ടിച്ചിരിക്കുകയാണ് ഈ പ്രതികൾ. അതും നവി മുംബൈയിലെ വെയർഹൌസിൽ നിന്നാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഹിമ കെ ഹരിദാസ് ആണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഹിമ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ മോഷണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ 16 കോടിയുടെ കുരുമുളകും അടയ്ക്കയും മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടായത്? തീർച്ചയായും പൂജ സൂചിച്ചതുപോലെ തന്നെ വൻ മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുരുമുളക് മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ വസ്തുവല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതിന്റെ കണക്ക് കേട്ടാലാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. 16 കോടി മൂല്യമുള്ള കുരുമുളകും അടക്കയുമാണ് ഇവർ മോഷ്ടിച്ചിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ 3 പേരിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് പ്രസാദ് കുർഹാണ്ടെ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യം പിടിയിലായത്. അയാളിൽ നിന്ന് പിന്നീട് സഞ്ജയ് ആൽവിൻ എന്നീ 2 പേരെ കൂടി പിടികൂടി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു മോഷണമല്ല, 2 വർഷമായി ഈ മോഷണം ആരംഭിച്ചിട്ട്. 2022 ഈ മോഷണം തുടങ്ങിയത്. പലപ്പോഴായി ഇവർ ഈ ചരക്ക് കപ്പലിൽ എത്തിക്കുന്ന ഈ ചരക്കുകൾ ആരും അറിയാതെ ഇവർ കടത്തുകയാണ് ചെയ്തിരുന്നത്. അതും വെയർഹൌസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റി ഇവർ വലിയ രീതിയിൽ ആസൂത്രണം ചെയ്താണ് ഈ മോഷണം നടത്തിയിരുന്നത്. ഇതിന് പകരമായി മറ്റ് ചരക്കുകൾ കെട്ടി അവർ അതിന് പകരമായിട്ട് അവിടെ വെച്ചിരുന്നു. അപ്പോൾ ഈ ചരക്ക് കാണുമ്പോൾ സ്വാഭാവികമായി വിചാരിക്കുമല്ലോ ഈ സാധനം അവിടെ തന്നെ ഉണ്ട് എന്ന്. പക്ഷെ പിന്നീട് ഒരു സംശയം തോന്നിയാണ് പരിശോധിച്ചപ്പോൾ ഈ ചരക്കുകൾ ഒന്നും അവിടെയില്ല. 16 കോടി മൂല്യം വരുന്ന വസ്തുക്കൾ കാണാതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഈ 3 പേരിലേക്ക് അന്വേഷണം എത്തിയത്. ഇതിന് പിന്നിൽ ഇനിയും നിരവധി പേരുണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 2 വർഷമായിട്ടുള്ള മോഷണം എന്തായാലും ഇതോടെ പിടിയിലായിരിക്കുകയാണ്. തീർച്ചയായും ഇതിൽ എന്തുകൊണ്ട് ഇത്ര വലിയൊരു വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. കൂടുതൽ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. ശരി ഹിമ.